ആദ്യം ഡൽഹിയിലേക്കാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയെന്ന കേസിൽ ട്വിസ്റ്റ്. അഗ്നിരക്ഷാസേന പണം കണ്ടെത്തിയിട്ടില്ല എന്ന് ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അതുൽ ഗാർഗ് പറഞ്ഞു. തീ നിയന്ത്രണ വിധേയമാക്കുക മാത്രമാണ് ഫയർഫോഴ്സ് ചെയ്തത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തുന്നതിന് മുമ്പ് പോലീസ് അവിടെ ഉണ്ടായിരുന്നുവെന്നും അതുൽ ഗാർഗ് വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ ഫയർഫോഴ്സാണ് ഈ പണം കണ്ടെത്തിയത് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. ഇപ്പോൾ അതങ്ങനെയല്ല എന്ന് ഫയർഫോഴ്സ് മേധാവി പറയുന്നു. പോലീസിന്റെ സാന്നിധ്യം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. എന്താണ് ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ, ബൽറാം? റിജിത്ത്, ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സ്ഥലത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടാകുന്നു. കുടുംബാംഗങ്ങൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നു. രണ്ട് വിഭാഗവും എത്തുന്നു. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നു. തുടർന്ന് ഈ തീ അണയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന നടപടിക്രമത്തിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് ഒരു മുറിയിൽ വലിയ തോതിൽ പണം കണ്ടെത്തുന്നത്. 15 കോടിയോളം രൂപയാണ് വീട്ടിൽ ഫയലുകൾക്കുള്ളിലും മറ്റും ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിൽ അസ്വാഭാവിക തോന്നിക്കൊണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വ്യക്തി സാധാരണ പൗരനാണെങ്കിൽ പോലും കയ്യിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് അളവുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടിയിലേറെ പണം ഒരു ജഡ്ജിയുടെ വസതിയിൽ കണ്ടെത്തിയതാണ് അസ്വാഭാവികമായി തോന്നിയതും ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതും. എന്നാൽ ഇപ്പോൾ അത് പണം കണ്ടെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ല എന്നും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പായി തന്നെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു എന്നുമാണ് ഫയർഫോഴ്സ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. പണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല തങ്ങളെ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും പണം കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കാം അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇക്കാര്യം കണ്ടെത്തി ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. ഇത് ആഭ്യന്തര മന്ത്രാലയം വഴി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അറിയുന്നു. ഉടൻ തന്നെ അദ്ദേഹം കൊളീജിയം യോഗം ചേരുന്നു. ഈ കൊളീജിയം യോഗത്തിലാണ് ഉടൻ നടപടി എന്ന നിലയിൽ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹം നേരത്തെ പ്രവർത്തിച്ചിരുന്ന അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ആദ്യം പുറത്തു വരുന്ന ഘട്ടത്തിൽ ഈ പണം കണ്ടെത്തിയ സംഭവങ്ങൾ പുറത്ത് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ കൊളീജിയം യോഗത്തിൽ വെച്ച് തന്നെ ഇതിന് അത്യന്തം ഗൗരവമുള്ള ഒരു സംഭവമാണ് എന്നും അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര അന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ എന്തായാലും ഉണ്ടാകും. അതേസമയം ഈ വിഷയം ഇന്ന് പാർലമെന്റിലും കോൺഗ്രസ് ഉന്നയിച്ചു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് അസാധാരണമോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇതിപ്പോൾ ഫയർഫോഴ്സ് അല്ലെങ്കിലും ആ പണം കണ്ടെത്തിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പോലീസോ ഫയർഫോഴ്സോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഇതിൽ കടുത്ത നിലപാടിലേക്ക് കൊളീജിയം കടക്കാൻ പോകുന്നു. അതിനിടയിൽ ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്കുള്ള സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ജഡ്ജി അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു, ബൽറാം? റിജിത്ത്, ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊളീജിയത്തിൻ്റെ തീരുമാനം, സ്ഥലം മാറ്റ ഉത്തരവാണ് ആദ്യം പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ പണം കണ്ടെത്തിയ സംഭവം പുറത്ത് വന്നിരുന്നില്ല. പിന്നീടാണ് ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്. സുപ്രീം കോടതി കൊളീജിയം, ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സിറ്റിംഗ് ജഡ്ജി, മുതിർന്ന ജഡ്ജിയുടെ വസതിയിൽ ഇത്തരത്തിൽ ഒരു പണം കണ്ടെത്തിയ സംഭവമായതുകൊണ്ട് തന്നെ അതീവ രഹസ്യ സ്വഭാവത്തിലാണ് പോലീസും ആഭ്യന്തര മന്ത്രാലയവും ഇത് കൈകാര്യം ചെയ്തത്. തുടർന്നാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ചീഫ് ജസ്റ്റിസിനെ വിവരം അറിയിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരീകരിച്ചതാണ്. പോലീസാണോ ഫയർഫോഴ്സ് ആണോ എന്ന തരത്തിൽ ആദ്യം സംശയം നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയുടെ സ്ഥിരീകരണത്തിലൂടെ ആ പണം കണ്ടെത്തിയത് പോലീസ് തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ഈ അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതിനെതിരെയും കടുത്ത പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കളങ്കിതരെ എടുത്തെറിയാനുള്ള ചവറ്റുകൊട്ടയല്ല തങ്ങളുടെ ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതി എന്ന
പ്രതികരണമാണ് ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഐലുവും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നു. ഇത്രത്തോളം കളങ്കിതരായ ആളുകൾക്കെതിരെ കടുത്ത നടപടിയാണ് വേണ്ടത് എന്നും എങ്കിൽ മാത്രമേ രാജ്യത്തെ നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം കളങ്കപ്പെടാതിരിക്കൂ എന്നുമാണ് ഇത്തരത്തിൽ അഭിഭാഷക സംഘടനകൾ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ, ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.